അടി നിനക്ക് ആരാണ് ഏറ്റവും ഇഷ്ടം? ഇപ്പൊ അമീസ് പറയും ഉപ്പി ഉമ്മി എന്ന് പറയും. ഇപ്പൊ ഉപ്പി ഉമ്മി കുഞ്ഞാവേന്ന് പറയും. നമ്മളൊരു ഫാമിലി ആണെന്നൊക്കെ അവള് പറയും. ഇക്ക ഇന്നലെ അപ്പം സ്കാനിങ്ങിലേക്ക് പോയില്ലേ? കുഞ്ഞാവ നിനക്ക് കണ്ട ആൺകുട്ടിയായിട്ട് തോന്നിയ പെൺകുട്ടിയായിട്ട്? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ടൈം ഏകദേശം ഒരു 12-11 മണിയായി കാണുമല്ലോ. എന്തിനാ ടൈമൊക്കെ അറിയണ ഗൈസ്? നിങ്ങൾ എന്തിനിപ്പോ ടൈം പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടോ? ഇല്ല. രാവിലെ എണീറ്റ് 2 റീലൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഇന്നലെ നമ്മുടെ ഇക്കയും ഇത്തയും കൂടി നമ്മുടെ ഭയങ്കര വീഡിയോ കാര്യങ്ങളൊക്കെ തിരക്കാണ്. നമുക്ക് അവരോട് കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇവിടെ ഇക്കാനെയും ഇത്താനെയും അതേപോലെ ആമീസിനെയും കിട്ടിയിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ അറിയണ്ടേ ഇക്ക? ഇന്നലെ അപ്പം സ്കാനിങ്ങിലേക്ക് പോയില്ലേ? പോണം പോണം. അതിന്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയണം. ആമീസേ കാണാൻ എക്സൈറ്റ്മെന്റ് ഒക്കെ. അതെ, ഇന്നലെ ലീവ് എടുത്തിട്ട് വന്നില്ലേ? അതിന് സഹിച്ചു സ്കാനിങ്ങിന് ഞാൻ എടുക്കൂ. അയ്യോ ആമീസ് വീണ്ടും നമ്മൾ ഇന്നലെ 5ാം മാസത്തിലെ സ്കാനിങ്ങിന് പോയി. അനോമലി സ്കാനിങ് എന്നാണ് പേര്. വേറെ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഓക്കെയാണ്. ഇക്ക ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഓക്കെയാണ്. അയ്യോ നന്ദി. ആമീസേ ബേബിനെ കണ്ടോ? സ്കാനിങ്ങിന് പോകുമ്പോൾ കുഞ്ഞിനാണ് ഉമ്മയില് വയറ്റിൽ കിടക്കുന്ന പച്ചക്കറി കാണാൻ പറ്റും. ഇത് ഞങ്ങൾ പുറത്തിറങ്ങി തിരിച്ചരാവേ. ഈയിടെയായിട്ട് നല്ല നാണാണ്. പതിവില്ലാത്ത നാണം ഇതൊക്കെ വന്നു. ഇതാണ് ഡോക്ടറിന്റെ പോലെ ഒരു നാണോ ഇല്ല മാനോ ഇല്ല. സൂപ്പർ ശരണ്യ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, അത് കണ്ടോണ്ടിരുന്നപ്പോഴേ ആമീസ് എന്തോ അവളുടെ പുറകെ 3-4 പേര് നടക്കുന്ന അങ്ങനെ എന്തോ സ്റ്റോറി ഇല്ലേ അപ്പൊ ആമീസ് ഇരുന്ന് പറയാണ്, ഇതാണ് പെണ്ണിന് ഗ്ലാമർ എന്നുള്ള പ്രശ്നം. ഗ്ലാമർ ഒന്നും വേണ്ടെന്ന് എല്ലാരും പറയുന്നത്. അവിടെ നമ്മള് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് കേട്ടോ. ആമീസേ എവിടെ പോവാ? ഉമ്മയുടെ സ്കാനിങ്ങിന്. ആരൊക്കെയാണ് സ്കാനിങ്ങിൽ? ആരെ കാണാൻ പോണേ? കേട്ടാ, നിന്റെ വയറ്റിയിരിക്കുന്ന പച്ചക്കറി സ്കാനിങ് കാണാനാണ് അവള് വരുന്നത്. അപ്പൊ ഓക്കെ, ടാറ്റാ. ആമി ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്നിരുന്നപ്പോ AC ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തണുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പെയ്യെ എന്റെ മടി തന്നെ കയറിയിരുന്ന ഇങ്ങനെ. നമ്മളിങ്ങനെ കുഞ്ഞിന്റെ കാര്യമൊക്കെ സംസാരിച്ച് വേറെ കുഞ്ഞവിടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചപ്പോഴേ ആമിക്ക് അവിടെ ചെറുതായിട്ട് നമുക്ക് ആമീസാണ് മെയിൻ. ഞങ്ങൾക്ക് ആമിയാണ് ബെസ്റ്റ് ആണല്ലേ? പിന്നെ ഇന്നലെ രാത്രി ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. ഞാനിടയ്ക്ക് ആമി എടുത്ത് ചോദിക്കാറുണ്ട്, അടി നിനക്ക് ആരാണ് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ചുമ്മാ മിക്ക ദിവസം ചോദിക്കും. ഇപ്പൊ അമീസ് പറയും ഉപ്പി ഉമ്മി എന്ന് പറയും. ഇപ്പം പക്ഷെ ഉപ്പി ഉമ്മി കുഞ്ഞാവേന്ന് പറയും. നമ്മളൊരു ഫാമിലി ആണെന്നൊക്കെ അവള് പറയും. എന്നിട്ട് ഫാമിലിയിലുള്ള ആളെന്ത് പറയാത്ത? ഉപ്പി ഉമ്മി കഴിഞ്ഞാൽ പിന്നെ ആരാ ഇഷ്ടം എന്ന് ചോദിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ പാരന്റ്സിനെ പറയും, അങ്ങനെ എന്തെങ്കിലും പറയും. ചേട്ടന്മാരെ പറയത്തുള്ളൂ. ചേട്ടന്മാരെ ഇഷ്ടമാ എന്നാ ഒരു കോമഡി ഉണ്ട്. മിനിയാന്ന് നൈറ്റ് ഡ്രൈവ് പോകണമെന്ന് പറഞ്ഞു പോയി. നൈറ്റ് ഡ്രൈവ് പോയിട്ട് ഒരു ക്ലിപ്പ് ഉണ്ട്, ക്ലാരിറ്റി ഉണ്ടാവും, നമ്മള് കണ്ടുപോയിക്കും. ഞാനും ചാർലി ഇത്തായി പുള്ളിയുടെ പോയായിരുന്നു. നൈറ്റ് ഡ്രൈവ് പോകണം ഇരിക്കണം പറഞ്ഞു. ബ്ലോഗർ ആയിരുന്നു. 2 മറ്റേ എന്താണ് മോമോസ് കിട്ടി. 2 എണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോ ആമീഷ നിന്നെ കുറിച്ച് ഈ പറയുന്നു. നീ എണീറ്റ് നോക്കിയേ. ആമിയുടെ സ്കാനിങ് വന്നപ്പോൾ ആമിയുടെ എക്സ്പീരിയൻസ്. ആമി ഇന്നലെ സ്കൂളിൽ വരെ പോവാതെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു സ്കാനിങ്ങിന് വരാൻ. ഞാൻ നേരത്തെ എക്സ്പീരിയൻസിന്റെ വിവരം കളിയാക്കി ഗൈസ്. ആമിയുടെ എക്സ്പീരിയൻസിന്റെ മോള് പറഞ്ഞു, മോളെ എക്സ്പീരിയൻസ് അത് കണ്ടപ്പോ മോക്ക് എന്ത് തോന്നി? പറഞ്ഞു ഇത്താരായി അത് കണ്ടപ്പോ നിനക്ക് എന്ത് തോന്നി? അപ്പൊ 2 അപ്പൊ ശരി, തിരിച്ച് ചത്തു കേട്ടോ. ഞങ്ങളെല്ലാം തിരിച്ച് ചത്തു. അയ്യോ, ഇതാരും പഠിപ്പിച്ചാണ് ഇത്തയാ. കുഞ്ഞാവ നിനക്ക് കണ്ടപ്പോ ആൺകുട്ടിയായിട്ട് തോന്നിയ പെൺകുട്ടിയായിട്ട് തോന്നിയ?
പെൺകുട്ടിയായിട്ട് അപ്പൊ ഞങ്ങൾക്ക് ആൺകുട്ടി മതി. അത് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എടാ കൊമ്പ ഗസ്റ്റ് ആൺകുട്ടി ആയിരിക്കും പെൺകുട്ടി ചാർലി ആൺകുട്ടി ഡോമേ ഇക ഏതായാലും കുഴപ്പം. അങ്ങനല്ല അല്ല. തോന്നി എന്താന്ന് പറയണം. കണ്ടപ്പോ അല്ലെങ്കിൽ കണ്ടപ്പോ തോന്നി അങ്ങനെ തോന്നിയില്ല, അതങ്ങനെ അറിയാൻ പറ്റുന്നത്. അത് ശരി. നമ്മൾ ചുമ്മാ നല്ലൊരു ഇതുണ്ടാവും. അല്ല, ആഗ്രഹമാണ് ചോദിക്കുന്നത്, തോന്നിയതാണ്. ആഗ്രഹം ആഗ്രഹം ആഗ്രഹം. അങ്ങനെയല്ല ഇപ്പൊ പെൺകുട്ടി. പെൺകുട്ടി നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്, ഇവര് ഭയങ്കര feminist feminist ആൾക്കാര്. ആണ്. എന്നെ വരെ മാറ്റി മുടി വരെ വളർത്തി. അതെ ചാർലിനെ ഇത് പിന്നെ പറയണ്ടാണ്. അപ്പൊ അങ്ങനെ അപ്പൊ എത്ര പെൺകുട്ടികളാ ഇവിടെ? Game creators ഒന്നും അറിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ആൺകുട്ടി വേണമെന്നാണ്. ഓക്കെ, കാരണം ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പെൺകുട്ടികളുണ്ട്. ഇനി അടുത്ത സ്കാനിങ്ങിന് ഇതുപോലെ സ്കൂൾ ലീവ് ആക്കണം, അതല്ലേ? നേരിട്ട് സ്കൂളിൽ പോവാതിരിക്കാനാണ് എന്റെ കൂടെ വരുന്നത്. ആ. സ്കാനിങ് അത് 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 നമുക്ക് ആ വണ്ടേ മനസ്സിലായി. അല്ലാണ്ട് ഉമ്മയുടെ ഉള്ള ഇഷ്ടം കൊണ്ട് പോകണമെന്നല്ല. അങ്ങനൊന്നുമല്ല, അല്ല അമിതേ. അങ്ങനെ തന്നെയാണ് ബൈക്കിൽ അതാ നെറ്റിപ്പട്ടോ പടക്കം പോയി ഇതെന്തെന്നറിയോ, അനുഭവം നമുക്ക് എത്ര അനുഭവം ഉണ്ട്? 2-3 അനുഭവം ഉണ്ട്. ഇത് കാര്യം അടി തന്ന തന്നെയാണ്. എന്നിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചോ പറയാം, ബക്കറിയുടെ ടയറിന്റെ അവസ്ഥ എന്താ, ഭയങ്കര മോശമാണ്. നിങ്ങൾക്ക് ഇവിടെ വണ്ടിയുണ്ട്, ഇനി മേലെ ട്രിപ്പിൾ എങ്ങനെ കയറുന്ന കണ്ട ഞാൻ തന്നെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ അയച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു. ഞാൻ ട്രിപ്പ് ഒരു പെറ്റി കൂടി ആയി കഴിഞ്ഞാൽ വണ്ടി അവര് കൊണ്ടുപോകും. കയറിയിട്ടില്ലേ? വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പൈസ തരുമല്ലേ? ഇല്ല, നിർത്തി. ചൂടൊന്നും ഉരുക്കി പോയോ? അപ്പൊ ഇനി അതല്ല ട്രിപ്പിൾസ് അടിക്കരുത്, അത് പറ. വണ്ടി സർവീസ് സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എടുത്ത് കട്ടപ്പുറത്ത് കയറ്റി വെക്കുക. ഒരു തുള്ളി എണ്ണ വീട്ടിലായി. ബീച്ചിലൊക്കെ പോവാണെങ്കിലേ കരയിലേക്കുള്ള മണൽ ഭയങ്കര ഡ്രൈ ആ, ഉണക്കത്തിലൊക്കെ വെള്ളം ഒഴുകി മറ്റി പിടിക്കൂലേ, ഇവന്റെ വണ്ടിയിൽ എങ്ങനെ പെട്രോൾ ഒഴിച്ച ആ അവസ്ഥയായിരിക്കും. ഇവന്റെ വണ്ടിക്ക് മൈലേജ് ഉണ്ടെന്നാ തോന്നുന്നത്. പെട്രോളിന് എന്നിട്ട് അത്ര കിലോമീറ്റർ ഓടിക്കട്ടാ. കൊമ്പൻ എത്ര ദൂരം പോയാലും 1000 രൂപ. ഇടുക്കി വൈബ്, അതൊക്കെ ഇടുക്കിന്ന് കിട്ടത്തുള്ളൂ അങ്ങനത്തെ സാധനമൊക്കെ. ഗൈസ്, അപ്പൊ എന്തായാലും നമ്മള് കഴിഞ്ഞ ദിവസം കാർത്തികയായിരുന്നു. നമ്മൾ ആ ടൈമിൽ കുറച്ച് ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും അതുപോയി കണ്ടിട്ടോ. എന്താ പുഷ്പരാജ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത്? ഇന്നൊരു തീ കൊളുത്തുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ സ്ട്രീം ഹൗസിൽ വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും ഒരുങ്ങി കെട്ടിയിട്ട് ഇരിക്കുന്നു. എന്താ ഞങ്ങളെ കുളിച്ച് വൃത്തിയായിട്ടേ വരാറുള്ളൂ. കുളിച്ചു ആ, makeup ഇടും. കുളിച്ചോ? ആ, കുളിച്ചു. കുളിച്ചു. ഗൈസ്, അപ്പൊ ഇന്ന് തൃക്കാർത്തികയാണ്. കാർത്തിക വിളക്ക് വെക്കുന്നു. ട്രിവാൻഡ്രത്തൊക്കെയല്ലേ ഭയങ്കര ആഘോഷം. തൃക്കാർത്തികയെന്ന് വെച്ചാൽ അതിഭയങ്കര ആഘോഷം. അത്രേ ഉള്ളൂ. മന്തി കഴിക്കാം. പരിപാടിക്ക് മന്തിയോ എന്താ കേക്കണേ? കിഴങ്ങുകളെ പുഴുങ്ങി ഒരു കിഴങ്ങ് ക്യാമറ അടിച്ചിരിക്കുന്നുണ്ട്. എന്തിന് പുഷ്പരാജാവിന്റെ പെട്രോൾ അല്ലേ ഓരോന്നോരോന്ന് നമ്മുടെ മതിലേക്ക് വേണം മേടിക്കാൻ വേണ്ടി. ചാലാതെ കുളിച്ചാ ട്രൗസർ ഇടാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? അങ്ങനൊന്നുമില്ല. എടാ മണ്ട ഒഴിക്ക കണ്ണടയും വെച്ചോട്ടെ, എടുത്ത് മാറ്റണം നിന്റെ കണ്ണട. ദീപാവലി അല്ല, ക്രിസ്മസ്. എന്താ എന്താ കാത്രിക
എന്താ കത്രികയല്ല, പെൻസില്. ആ മോനെന്ന് പറഞ്ഞേ. അത് സംഭവം അല്ലല്ല പറ 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 പറ. തിരിയെത്തിക്കല് കാർത്തിക് എന്നൊക്കെ ആ പറഞ്ഞേ. കാർത്തിക ആ തൃക്കാർത്തിക. നമ്മള് മെയിൻലി മതസൗഹൃദം പറഞ്ഞു. അതെ എണ്ണയ്ക്കൊക്കെ ഇപ്പൊ എന്നെ വില. ഒഴിക്കാൻ ചാനൽ കേട്ടുള്ളൂ. അതിപ്പോ നാരങ്ങ സോഡ ആണെങ്കിലും എണ്ണ ആണെങ്കിലും ഏതാണെങ്കിലും ഇക്ക പുറത്തേക്ക് പോയിരിക്കും. അവിടെ നിന്ന് വരുമ്പോ അതേ നമ്മുടെ വീടല്ലേ ബൂട്ട് ക്യാമ്പല്ല കത്ത് പിടിക്കുന്നത്. ഞാനും ആമി മാത്രം കുളിച്ച് വൃത്തിയായിട്ട് എങ്ങനെ അല്ല അങ്ങനെയല്ല. ചാനലിൽ ഇങ്ങനെ നിർത്തും, എന്നിട്ട് കൈയുടെ ഈ ഇങ്ങനെ രണ്ട് തീരെടുത്ത് കൈ കൊടുത്തു. ആ മറ്റേ ഫയർ ഡാൻസ് കളിക്കേ വായലും കൊടുക്കാം. ചേടേ അത് വീണ പൊട്ടും കേട്ടാ. ഇങ്ങനെ കത്തിച്ച് നിർത്തണം. എന്നിട്ട് കത്തിക്ക്, നിർത്തിയാൻ കത്തിക്ക്, കത്തി എണ്ണ ഒഴിച്ച് കത്തിക്ക്. തൃക്കാർത്തികക്ക് എന്തുകൊണ്ടാണ് ഇത്ത നമ്മള് വിളക്ക് കത്തിക്കുന്നത്? ഇന്ന് കാർത്തിക അതായതുകൊണ്ട്. അതെന്നറിയത്തില്ല, പക്ഷെ വിളക്ക് കത്തിക്കണം. ഭയങ്കര നൊസ്റ്റാൾജിയാണ് തൃക്കാർത്തിക എന്നൊക്കെ പറയുമ്പോൾ. ഭയങ്കര എനിക്കല്ല ട്രിവാൻഡ്രം ഞങ്ങളെ സ്ഥലത്ത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. പുതിയ ഉടുപ്പൊക്കെ എടുത്ത് പുതിയ ഉടുപ്പില്ല, ഒന്നും ഡ്രസ്സ് കഴുകി വൃത്തിയായിട്ട് അത് ഞാൻ മോളത്തെ റൂം വരെ വീഡിയോ വരുന്നുണ്ട്. ഇല്ല അതില്ല അതില്ല എന്ത് പറയുന്നു, പണിയെടുപ്പിക്കില്ല. ചാർലിയത്ത് ഇട്ട് വെച്ച പെട്ടെന്ന് ഞങ്ങള് പോയി ഫുള്ള് പണിയെടുത്തിട്ട് വേണം. ഞാൻ ഇനി പണിയെടുക്കാൻ വേണ്ടി പോവാം. ഇത് എത്ര കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞോ? അയ്യോ അതാരെങ്കിലും ചവിട്ടിട്ട കൺഫേം ആണ്. ഓരോ സ്ഥലത്ത് വെക്കുന്നതിന് ഓരോ രീതികളുണ്ട്, അതുകൊണ്ടാണ് വെക്കുന്നത്. അപ്പൊ ആ മൂലിക്ക് വെക്കട്ടെ. അതെന്തിനാ ഇയാൾക്കും ഇയാളുടെ ഒരു മൂലം? ആ ഒരു മൂലൊക്കെ അങ്ങ് കൊടുത്തേ. 2-3 റോഡിലേക്ക് അങ്ങ് എടുത്ത് പോയി. വണ്ടി ഒന്നും ഇനി പോകണ്ട, ബ്ലോക്ക് ആവട്ടെ. എന്താ മറ്റേതാ സിനിമാറ്റിക്ക. സ്ലോ മോഷൻ ആ പിഴിയുന്നത്. സ്ലോ മോഷനിൽ ഒരു കുറച്ച് റൊമാൻറ്റിക് ഇട്ട അതിനകത്തേക്ക്. റൊമാൻറ്റിക് ഇടാൻ പറഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഒരാളെ നോക്കി ഞെട്ടുന്ന്. അപ്പൊ എന്തായാലും നമ്മളിത് ഫുള്ള് കത്തിച്ചിട്ട് കാണാം. ഒരു സ്ലോ മോഷനിൽ ഒന്ന് ചെറുതിരി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് പിടി, ഒന്ന് 2 തിരി പിടി. ആ സൂപ്പർ ഫ്ലോപ്പ്. എന്തെങ്കിലും പോണം ഇത്താക്ക് ഉറപ്പല്ലേ എന്ന് തൃക്കാർത്തികായിട്ട് ആരും കത്തിക്കുന്ന കാണുന്നില്ല എന്ന് ഇയാളിത് പിടിച്ചു. മറ്റേ ഫ്രീ ഫയറിലെ പണ്ടിൽ കളിക്കുന്നത് ടെറസിന്റെ മുകളിൽ ഇങ്ങനെ 4 ചുറ്റും കത്തിക്കും, വീഡിയോ ഫോണില് കത്തിക്കും. എന്തിനാ കുറയ്ക്കണ? വീടിനങ്ങ് തീട്. എല്ലാരും പുറത്തുനിന്ന് കൈയ്യടിച്ചു. എന്ത് ഇതൊക്കെ കത്തിച്ചോണ്ടിരിക്കണ കഴിഞ്ഞ പരിപാടി. ഇനിയാണ് ഫയർ ഡേ. ചാലിന് ഇങ്ങനെ കാണാൻ വേണ്ടി ഇടയ്ക്ക് ഈ റീല് വൈറലായിരുന്നില്ലേ? ഏതോ പരിപാടിക്ക് മറ്റേ ആണ് പെണ്ണിന് വേഷം കെട്ടിട്ട് ഇതേപോലെ വിളക്ക് കുടിച്ചിട്ടില്ലേ? ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു പൂരം പോലെ. അത് അതുണ്ട്. മറ്റേ ഇവിടെ ഉത്സവമുണ്ട്. ആ ഉത്സവത്തിൽ അതിന് വന്ന പോലെ അതെ ആ മുടിയാൻ കഴിച്ചിട്ട്. നിന്ന് കത്ത് നീ കേട്ടോ. പിന്നെ എന്തായാലും ഞങ്ങൾ ഇനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. അപ്പൊ എന്തായാലും അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇനി എന്തായാലും കുഞ്ഞാവയുടെ കുറച്ച് 3D images അവര് അതെ തന്നിട്ടുണ്ട്. ഞങ്ങളത് ചോദിക്കാറുണ്ട്. സോ പലരും ഇത് ഞങ്ങളെ പോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെ കാണുന്നതാണ്. അതിന്റെ കുറച്ച് ഫോട്ടോസ് അല്ലേ? അതെ ബൂട്ട് ക്യാമ്പിന്റെ സ്വന്തം കുഞ്ഞാവയുടെ സ്കാനിങ് ഇമേജസ് പോയി കണ്ടിട്ട് വാ.